നമ്മുടെ പല വീഡിയോസും കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് കമന്റ് ആയിട്ടും അതിൽ നിന്ന് മെസ്സേജ് ആയിട്ടും ഒരുപാട് പേര് അയക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഞാനൊരു ഓറൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് സോ അത് പലർക്കും അതിന്റെ ഡീറ്റെയിൽസ് അറിയണം, റേറ്റ് അറിയണം, ഇതെങ്ങനെ കിട്ടുമെന്ന് അറിയണം. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വെബ്സൈറ്റുകളും ഉണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് കൊടുക്കുന്ന കുറേ സൈറ്റുകളുണ്ട്. അപ്പോൾ ഈ സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടർ ജസ്റ്റ് പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരേണ്ടി വരും. സോ ആ പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി കൺസൾട്ട് ചെയ്യാം. കൺസൾട്ട് ചെയ്യുന്നതിന് ഓൺലൈൻ കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അങ്ങനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രിസ്ക്രിപ്ഷൻ തരാം, അതല്ലെങ്കിൽ ഞങ്ങൾ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതല്ലാണ്ട് ഇപ്പോൾ കമന്റ് ഇട്ടാൽ തന്നെ അത് വായിച്ചെടുക്കാനുള്ള ഒരു ടൈം കിട്ടാറില്ല, അതുകൊണ്ടാണ്. സോ മെസ്സേജ് അയക്കുന്നവർക്ക് പരമാവധി റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരാണെങ്കിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ വാട്സപ്പിലോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ റിപ്ലൈ കിട്ടും. അതുവഴി ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്ത് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യൂ. കാരണം പല സാധനങ്ങളും യൂസ് ചെയ്യുന്നതിന് പല ലിമിറ്റേഷൻസ് ഉണ്ട്. പല ഡിസീസ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ല, ചില കണ്ടീഷൻസിൽ ഇത് ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. പിന്നെ പലരും റേറ്റ് ഇടുന്നില്ല എന്നുള്ളൊരു വിഷമം പറയുന്നുണ്ട്. സോ ഈ റേറ്റ് ഇടാത്തതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സർവീസ് ആയിരിക്കും. മുഖക്കുരു ഉള്ള ഒരാൾക്ക് ചെയ്യുന്നത് ചിലപ്പോൾ GFC ഫേസ്, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. കെമിക്കൽ പീലിംഗ് ഉണ്ടാവും, ഓറൽ സപ്ലിമെന്റ്സ് ഉണ്ടാവും. ഒരു റേറ്റ് ചോദിച്ചിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യം കൺസൾട്ട് ചെയ്യുക, ഡോക്ടറിന്റെ ഓപ്ഷൻസ് എന്താണെന്ന് കേൾക്കുക, അതനുസരിച്ച് പിന്നെ റേറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും.